അച്ഛനെപ്പോൾ കാണാൻ പറ്റും, അച്ഛനെപ്പോൾ കാണാൻ പറ്റും, അതാണ് അന്വേഷിക്കുന്നത്. ഇവിടെ കുർബാനയുണ്ട്, കൂദാശയുണ്ട്, അതൊന്നും അവർക്ക് വേണ്ട. അല്ലേലിയ. പള്ളി ചെന്ന് കഴിഞ്ഞാൽ പള്ളി അവിടെയുണ്ട്. അച്ഛൻ്റെ മേടയിലേക്ക് കയറുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എന്താണെന്നറിയാമോ? നാട്ടിലെ പള്ളികളിലൊക്കെ എഴുതി വെച്ചാൽ ആദ്യം ദൈവം പിന്നെ അച്ഛൻ എന്ന് പറയാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ആദ്യം അച്ഛൻ പിന്നെ ദൈവം, തല കീഴായിട്ട് പോകും. അല്ലേലിയ. ആദ്യം പള്ളിയിൽ പോയി കർത്താവിനോട് നന്ദി പറഞ്ഞിട്ടാണ് അച്ഛനെ കാണുന്നത്. നമ്മൾ ഈ പള്ളിയിലൊക്കെ വൈകിട്ട് ആളുകൾ വന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ കളിക്കാനൊക്കെ ഇരിക്കും. പക്ഷെ ഒരാൾ പോലും പള്ളിയിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ല, അധികം ആളുകൾ. അല്ലേലിയ. ഇപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ വന്നു. ആ ചേട്ടൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്ന പോലെ എപ്പോഴാ അച്ഛനെ കാണുമ്പോൾ എപ്പോഴാ ഞാൻ ചേട്ടനോട് ഞാൻ എന്താ ചേട്ടാ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അച്ഛാ, പള്ളി കയറി ഇരിക്കാൻ പറ്റുന്നില്ല. അല്ലേലിയ. കയറിയിരിക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ ഇരി. എന്നിട്ട് ഇടയ്ക്ക് കൗൺസിലിങ്ങിന് വിട്ടു. അപ്പോൾ കുറേ സമയം എടുത്തു. അപ്പോൾ ഞാൻ ഈ ആളെ കണ്ടപ്പോൾ ഒരു 7 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. 7 കാര്യങ്ങൾ പറഞ്ഞിട്ട് ചേട്ടന് പോകണമെങ്കിൽ പോകാം, ഇല്ലെങ്കിൽ ഇരിക്കണമെങ്കിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഈ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്താ? അതേ, ഞങ്ങൾ കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ഒരച്ഛൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് കുമ്പസാരിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഇവരെ കണ്ട് പ്രാർത്ഥിച്ച് വിട്ടു, കൗൺസിലേഴ്സ് കണ്ടു. അത് കഴിഞ്ഞിട്ട് ആ ഇടവകയിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടുകയാണ്, 7 ദിവസത്തേക്ക് ഈ വ്യക്തി മദ്യപാനം കഴിച്ചില്ല. 7 ദിവസത്തേക്ക് മദ്യപാനിയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലിട്ട് പിരിഞ്ഞിരിക്കുക. 3-4 മക്കളാണ്. അപ്പോൾ എന്താ, ആ മനുഷ്യനെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. നന്നായിട്ട് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ കുമ്പസാരത്തിന് മുമ്പ് നല്ല കുമ്പസാരം എന്ന് പറയുകയല്ല, തുറന്ന് കുമ്പസാരിക്കുക. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി മദ്യപാനത്തിന് അടിമയായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചൊവ്വാഴ്ച കണ്ട് കണ്ടുവിടുന്നത്, അടുത്ത ചേട്ടൻ അടുത്ത വെള്ളിയാഴ്ച വന്നു. അപ്പോൾ ഇവിടെ സ്പെഷ്യൽ കൺഫസർ ഉണ്ട്. ആ അച്ഛൻ്റെ അടുത്ത് തുറന്ന് കുമ്പസാരം. ആ ചേട്ടൻ വരാൻ നോക്കിയില്ല, ഒന്നിങ്ങനെ തുടങ്ങിയില്ല. അത് കഴിഞ്ഞ് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മദ്യപാനത്തിന് അടിമയാണ്. അപ്പോൾ അച്ഛനെ കണ്ടിട്ടാണോ മദ്യപാനം മാറ്റുന്നത്? ഞാൻ വല്ല സിറിഞ്ച് വെച്ച് കുത്തിയെടുക്കുന്നുണ്ട്, ഇങ്ങനെ മദ്യപാനം കൂടെ പോരട്ടെ? ഇല്ലല്ലോ. ഈശോയുടെ എട്ടപ്പെട്ടലിന് വേണ്ടി നമ്മൾ ഇരുന്ന് കൊടുക്കണം. ഈശോൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി നമ്മൾ, കാരണം എന്താ, ആത്മാവും ജീവനുമായ വചനത്തെക്കാളും വലുതല്ല അച്ഛൻ.